നമസ്കാരം. ഇതാണ് ഫോർത്ത് ജനറേഷൻ ദ ന്യൂ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ സ്വിഫ്റ്റിൻ്റെ റിവ്യൂ എന്ന് കേൾക്കുമ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയും, സ്വിഫ്റ്റിനെ പറ്റി ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾ ഒത്തിരി കാലങ്ങളായിട്ട് കാണുന്നതാണ്. 19 വർഷമായിട്ട് സ്വിഫ്റ്റ് എല്ലാവരുടെയും ഫേവററ്റ് വാഹനമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്നതാണെന്നൊക്കെ എല്ലാവരും പറയാം. എന്നാലും ഈ ഒരു സ്വിഫ്റ്റ് നോക്കുമ്പോൾ പഴയ ഏത് ജനറേഷൻ, ഇപ്പോൾ ഇത് ഫോർത്ത് ജനറേഷനാണ്, ഈ ഒരു 3 ജനറേഷനിലുള്ള സ്വിഫ്റ്റ് വെച്ച് നോക്കിയാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ പുതിയ സ്വിഫ്റ്റിൽ വന്നിട്ടുണ്ട്. ഡിസൈനിൽ വലിയ ഡിഫറൻസ് ഒന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. ഈവൻ ഡയമെൻഷൻസിലാണെങ്കിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഗിയർ ബോക്സും എഞ്ചിനുമുള്ള കോമ്പിനേഷനിലും ഡ്രൈവിലും എല്ലാം വ്യത്യാസങ്ങളുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ജനറേഷൻ വരെ കണ്ട സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട, ഇറ്റ്സ് എ ടോട്ടലി ന്യൂ സ്വിഫ്റ്റ് ഇൻ മെനി വേസ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 19 വർഷമായി മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന പേര് ഇന്ത്യൻ മാർക്കറ്റ് കേട്ടു തുടങ്ങിയിട്ട്. 19 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടൈം. 19 വർഷവും മാരുതി സുസുക്കി സ്വിഫ്റ്റ് നമ്മളെല്ലാവരും, അതെനിക്ക് തോന്നുന്നത് വാഹനത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കരമായി അക്സെപ്റ്റ് ചെയ്ത വാഹനമായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ വന്നത് 2005 അതിനുശേഷം 2011 സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് വന്നു. തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് 2018 വന്നു. അങ്ങനെയാണ് 3 ജനറേഷൻ വന്ന്. നൗ ഇൻ 2024 the fourth generation Swift is here. തേർഡ് ജനറേഷനിൽ നിന്ന് ഫോർത്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ ഡിസൈനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ഇതാണ് നമ്മൾ കാണുന്നത്. ആദ്യം തന്നെ ഡിസൈനിൽ ഓവറോൾ ലെങ്ത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ഈ ഒരു പുതിയ സ്വിഫ്റ്റിലേക്ക് വന്നപ്പോൾ ഏകദേശം 15 മില്ലിമീറ്റർ ഇതിൻ്റെ ലെങ്ത്തിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ വിഡ്ത്ത് സെയിം തന്നെയാണ്, സെയിം വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. വീതി ആ ഒരു പഴയ അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ സെയിം വീതിയിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് വീതി ഉണ്ട് എന്ന് തോന്നിയാൽ പോലും വീതിയിൽ വ്യത്യാസമില്ല. എന്നാൽ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഒരു 10 മില്ലിമീറ്റർ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ഫാക്ടേഴ്സ് വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞത് ഒരു പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യാൻ ചെറിയ സാധ്യതകൾ ഉണ്ടാവാം. പക്ഷേ 10 മില്ലിമീറ്റർ വോണ്ട് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ് എന്ന് തോന്നുന്നു. എന്താണെങ്കിൽ അത് ഡ്രൈവിൻ്റെ സമയത്ത് കാണാം. ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഇറ്റ്സ് മച്ച് ബെറ്റർ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ദൂരെ നിന്ന് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ഓടി വരുന്ന കണ്ടപ്പോൾ ഐ ഫെൽറ്റ് ഒരു സ്പോർട്സ് കാർ ഓടി വരുന്ന ഒരു ലുക്ക് എനിക്ക് തോന്നി. അതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു വലിയ ഗ്രില്ല് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രില്ലിനേക്കാളും വലിപ്പം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രിൽ എലമെൻറ്റ് കംപ്ലീറ്റ്ലി പുതിയതാണ്. ഈ ഒരു എലമെൻറ്റ് നമ്മൾ ഇതുവരെ ഒരു മാരുതിയുടെ വാഹനത്തിൽ തന്നെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്തൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ സുസുക്കി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരുന്നത് ഗ്രില്ലിൽ തന്നെയായിരുന്നു നേരത്തെ. അത് മാറി ഇപ്പോൾ ഈ ഒരു ഹുഡിൻ്റെ മുകളിലേക്കായി. സോ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് നേരത്തെ മാരുതിയുടെ ലൈനപ്പിൽ ഉണ്ടായിരുന്ന എ സ്റ്റാറിൻ്റെ ഒരു ഫീലിലേക്ക് വരും. കാരണം ഈ ഒരു ഹുഡ് കുറച്ച് റേസ്ഡ് ഹുഡ് ആയതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ആ സമയത്ത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് തോന്നുകയാണ്. പക്ഷേ അതൊരു വൃത്തികേടോ അല്ലെങ്കിൽ ഒരു മോശമോ ഒന്നുമല്ല. ഇറ്റ് ലുക്സ് നൈസ്. അതുപോലെ തന്നെ സുസുക്കിയുടെ ബാഡ്ജിങ് മുകളിലേക്ക് കയറുകയും ചെയ്തു. സോ അതാണ് ഈ ഗ്രിൽ സൈഡ്. പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റാണ്. ഒരു സ്മോക്ഡ് ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. ബൂമറാങ് DRL വന്നിട്ടുണ്ട്. നേരത്തെ DRLന് വ്യത്യാസം വന്നു. ഹെഡ്ലൈറ്റ് ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട് ടോപ്പ് ആൻഡ് മോഡൽ. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വന്നു. ഇവിടെ ഈ ഒരു ബമ്പർ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു, പ്ലെയിൻ ആയിരുന്നു. ഇവിടെയാണ് ഈ ക്യാരക്ടർ വന്നിരുന്നത്, അതും മാറി ഈ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ലിപ്പും കാര്യങ്ങളും താഴെ എല്ലാം ഡിഫറൻസ് വന്നിട്ടുണ്ട് പുതിയ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ. സോ ഫ്രണ്ട് ലുക്സ് ബിഗർ, കുറച്ചും കൂടെ വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ലുക്കും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു റോഡ് പ്രസൻസൊക്കെ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് ഒരു ഫാക്ടർ വരുന്നത്. ലെങ്ത്ത് ഏകദേശം 15 മില്ലിമീറ്റർ കൂടി. അതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കാരണം വീൽ ബേസ് കൂടിയിട്ടില്ല. വീൽ ബേസ് വരുന്നത് 2450 വീൽ ബേസ് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിലും ആ ഒരു വീൽ ബേസ് തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഈവൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഹാർടെക് പ്ലാറ്റ്ഫോം നേരത്തെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ആ ലെങ്ത്തിൽ 15 മില്ലിമീറ്റേഴ്സ് കൂടിയതിൻ്റെ റീസൺ ഈ ഒരു ബമ്പറിൻ്റെ എക്സ്റ്റൻഷനാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് അതിൻ്റെ ഫ്രണ്ട് ഒരു കേർവി ആയിരുന്നു, കുറച്ചും ഇത്രയും ലെങ്ത്തിലായിരുന്നു, കേർവി ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയി കുറച്ചും കൂടെ ഫ്ലാറ്റ് കട്ട് പോലെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടം ഉള്ളത്, ഈ ഒരു എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ കുറച്ചും കൂടി വീതിയും അല്ലെങ്കിൽ നീളവും തോന്നുന്നത് തന്നെ. പിന്നെ വരുന്ന വീൽസാണ്. വീൽസിൻ്റെ അലോയുടെ ഡിസൈനിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. എന്നാൽ 15 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്. അത് ടോപ്പ് ആൻഡ് മോഡലിലാണ് 15 ഇഞ്ച് വീൽസ് വരുന്നത്. അതിൻ്റെ താഴെ ലോവർ മോഡലിലെല്ലാം 14 ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ക്യാരക്ടർ ലൈനാണ്. മാരുതി ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഈ ഒരു ക്യാരക്ടർ ലൈനാണ്. ഈ ഒരു ലൈൻ നമ്മുടെ ഹുഡിൻ്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാഹനത്തിന് ചുറ്റും
കംപ്ലീറ്റ് വാഹനം ഈ മറ്റേ സൈഡിലെ ഹുഡ് വരെ ഈ ഒരു ലൈൻ, ഈ ക്യാരക്ടർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് മാരുതി എടുത്തു പറഞ്ഞാണ്. കാരണം അത് എടുത്തു പറയാനൊരു കാരണം കൂടെയുണ്ട്. വേറെ ഒരു ലൈനോ ക്യാരക്ടറോ അങ്ങനെ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സിംഗിൾ ലൈൻ കംപ്ലീറ്റ് വാഹനം ചുറ്റി പോകുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു സിമ്പിൾ ഡിസൈനിനെ കുറച്ചും കൂടി ഒരു ആ ഒരു ക്യാരക്ടറിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മേക്സ് ഈ ഒരു കാറിനെ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആക്കി നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു ക്യാരക്ടർ ലൈന് സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മേജർ തിങ്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ റിയറിലെ ഡോറാണ്. നേരത്തെ തന്നെ ഡോറിൻ്റെ ഓപ്പണിംഗ് സീപ്പിലർ നിന്നാണ് വന്നിരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് എൻ്റെ ഹാൻഡിൽ വന്നിരുന്നത്. ഹാൻഡിൽ ഇപ്പോൾ താഴോട്ട് വന്നു. നമ്മൾ എനിക്ക് തോന്നുന്നത് തേർഡ് ജനറേഷന് മുമ്പ് എല്ലാ സ്വിഫ്റ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു. തേർഡ് ജനറേഷനിൽ ഒന്ന് ട്രൈ ചെയ്തതാണ്, ബട്ട് ദേ ഗോട്ട് ഇറ്റ് ബാക്ക്. ആ ഒരു കൺവെൻഷണൽ ടൈപ്പ് ഹാൻഡിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഹൈറ്റിൽ 10 mm കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെയും റീസൺ എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ ഭയങ്കര സ്ലോപ്പായിരുന്നു. ഇപ്പോൾ പ്രോപ്പറായി എനിക്ക് ആക്ച്വലി ലുക്സ് വെരി നൈസ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്സ് എനിക്ക് തോന്നുന്നത് സ്വിഫ്റ്റിൻ്റെ ഇതുവരെ വന്ന ജനറേഷനിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. എന്താണെങ്കിലും ഇതിലിപ്പോൾ വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ബ്ലൂ കളർ പുതിയൊരു ഇൻക്ലൂഷനാണ്. അതുപോലെ തന്നെ ഇതിന് ഡ്യുവൽ ടോൺ കളേഴ്സും ബ്ലാക്ക് ആൻഡ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഡ്യുവൽ ടോണും ഇപ്പോൾ വരുന്നുണ്ട്. റിയറിൻ്റെ ഡിസൈനിലേക്ക് വന്നപ്പോഴും ചെറുതാണെങ്കിലും നല്ല രീതിയിലുള്ള വ്യത്യാസം പഴയ ജനറേഷൻ സ്വിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെയിൽ ലാമ്പ് തന്നെ നോക്കിയാലും കംപ്ലീറ്റ്ലി അതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ഹെഡ്ലൈറ്റ് പറയുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിലല്ലായിരുന്നു മാറ്റം വന്നത്, എന്നാൽ അത് കുറച്ച് സ്പോക്ഡ് ആക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ ഡിസൈനിലും വ്യത്യാസം വന്നിട്ടുണ്ട്, ബൂട്ടിലിൻ്റെ ഡിസൈനിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതാണ് ആ ക്യാരക്ടർ ലൈൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ലൈൻ പോകുന്നത്. സോ ആ ക്യാരക്ടർ ലൈൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ ലൈൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി മാരുതി സംസാരിച്ച് തന്നെ പറ്റുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ഒരു വൈഡ് ആംഗിൾ പുതിയ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ബമ്പർ ഡിസൈൻ ടോട്ടലി മാറിയിട്ടുണ്ട്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് നേരത്തെ കണ്ട സ്വിഫ്റ്റിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ബമ്പർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, വൈപ്പർ, ഡീഫോഗർ, മുകളിൽ ആൻറ്റിന, ഷാർക്ക് ഫിൻ ആൻറ്റിന ഇത്തവണയും മാരുതി സ്വിഫ്റ്റിന് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ആവശ്യമില്ലായിരിക്കാം എന്താണെങ്കിലും. പിന്നെ ഉള്ളത് സെൻസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഉള്ളത് ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് 265 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നേക്കാളും ഒരു 3 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൈറ്റ് നേരത്തെ ബമ്പറിൻ്റെ കുറച്ചും കൂടെ വലുതായിരുന്നുകൊണ്ട് ഈ ഒരു ലിപ്പ് കുറച്ചും കൂടെ മുകളിലേക്കാണ് വന്നിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് കുറച്ചും കൂടി താഴോട്ടായതുകൊണ്ട് ഹെവി ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കയറ്റാൻ കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളതാണ് മാരുതി പറയുന്നത്. എന്താണെങ്കിലും അത്യാവശ്യം 265 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഹാഷ് ബാക്കിന് നല്ല ബൂട്ട് സ്പേസ് തന്നെയാണ്. പിന്നെ അത് കൂടാതെ കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബാക്കിലെ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം. സ്വിഫ്റ്റിനെ കുറച്ചും കൂടി വൈബ്രൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാരുതി സുസുക്കി കുറച്ചും കൂടി കളേഴ്സ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ സ്വിഫ്റ്റിൽ, അല്ലെങ്കിൽ 4th ജനറേഷൻ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ. അഡീഷണൽ ആയിട്ട് എന്ന് പറയുമ്പോൾ ടോട്ടലി ഏകദേശം 9 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കളേഴ്സ് കൂടാതെ ഇപ്പോൾ ഒരു ബ്ലൂ കളറുണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്. റെഡിൻ്റെ കൂടാതെ ഒരു ഓറഞ്ച് കളറിന് വരുന്നുണ്ട്. ഈ ഓറഞ്ചും ബ്ലൂവും റെഡും ഡ്യുവൽ ടോണിലും ബ്ലാക്ക് ആൻഡ് ബോഡി കളർ എന്നുള്ള രീതിയിൽ ഓറഞ്ച്, ബ്ലൂ ആൻഡ് റെഡ് ഈ 3 കളേഴ്സും നമുക്ക് ഡ്യുവൽ കളേഴ്സിലും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ 9 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇപ്പോൾ സ്വിഫ്റ്റ് അവൈലബിൾ ആയിരിക്കും. 2018 സ്വിഫ്റ്റ്, അതായത് 3rd ജനറേഷൻ സ്വിഫ്റ്റ്, ആ സ്വിഫ്റ്റ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നു. ആ ജനറേഷൻ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ജനറേഷനുമായിട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മോർ പ്രീമിയം. ഈ ഒരു കംപ്ലീറ്റ് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡ്രൈവർ സെൻട്രിക് ആയി, അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് എല്ലാം കുറച്ചും കൂടി തിരിഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യും. സോ കഴിഞ്ഞ ജനറേഷനുമായിട്ട് ഈ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ ഈ ഒരു 4th ജനറേഷൻ സ്വിഫ്റ്റ് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത് തന്നെ വന്നിരിക്കുന്ന ഫ്രോൺസും അതുപോലെ തന്നെ ബെലേനോയുടെയൊക്കെ ഒരു ഡിസൈൻ തീമിൽ തന്നെയാണ് ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു വലിയ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ഒരു ടച്ച് സെൻസിറ്റീവ് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഒരു 9-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് മാരുതിയുടെ പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ AC-യുടെ വെൻറ്റും ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡെഫിനറ്റ്ലി നമ്മൾ ബെലേനയിലും ഫ്രോൺസിലും ഒക്കെ കണ്ടിരിക്കുന്ന ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. താഴെ ഈ ഒരു ഇവിടുന്ന് താഴോട്ടാണ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു വയർലെസ് ചാർജർ നൽകിയിട്ടുണ്ട്, 12 volt ചാർജർ, അതുപോലെ തന്നെ USB പോർട്ട് നൽകിയിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഈ കപ്പ് ഹോൾഡേഴ്സ് കുറച്ചും കൂടി ഡെപ്തിലാണ് ഇപ്പോൾ പുതിയ കപ്പ് ഹോൾഡേഴ്സ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം കുറച്ചും കൂടി വലിയ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ അല്ലെങ്കിൽ കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ വന്നിരിക്കുന്നത് ഇതിനകത്ത് AGS-ൻ്റെ
അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന AMTയുടെ AGSൻ്റെ ഒക്കെ ഒരു ഗിയർ സിസ്റ്റം വന്നിട്ടുണ്ട്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഭാഗം ഡിഫറെൻ്റ് ആണ്. സ്റ്റിയറിംഗ് ഫീൽസ് റിയലി നൈസ്. അതിൻ്റെ സ്റ്റിയറിംഗ് ഡിസൈനിൽ വ്യത്യാസമൊന്നും വന്നില്ലെങ്കിലും കഴിഞ്ഞ ജനറേഷൻ സ്വിഫ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇതിനകത്തൊരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ബോട്ടമാണ്. ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പ്രീമിയംനെസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിൽ നിന്നും ഫീൽ ചെയ്യുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു കൺട്രോൾസ് ഒന്നും വ്യത്യാസം വന്നില്ല. എന്നാൽ ലെതർ റാപ്പ് വന്നപ്പോൾ കുറച്ചും കൂടി സ്റ്റിയറിംഗ് സൈസ് കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലെ ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബലെനോയിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സീറ്റ്സ് ഫാബ്രിക് സീറ്റാണ് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ജനറേഷനിൽ കണ്ടിരിക്കുന്ന ഫീൽ തന്നെയാണ്. ഹെഡ് റൂം പ്രോപ്പർ, ലെഗ് റൂം പ്രോപ്പർ, നോ പ്രോബ്ലം. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമ്മൾ പഴയ സ്വിഫ്റ്റിൽ കാണാത്തതാണ്. ഇത് ബലെനോയിൽ നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് നമ്മൾ ബലെനോയിലൊക്കെ കണ്ടിരിക്കുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒരു പക്ഷേ പിന്നീട് വന്നേക്കാം. എന്താണെങ്കിലും ആ ഡിസൈൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നീഡിൽസ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. സെൻറ്ററിൽ ഒരു 4.3 ഇഞ്ചിൻ്റെ ഒരു കംപ്ലീറ്റ് MID വന്നിട്ടുണ്ട്. MID കൺട്രോൾ ചെയ്യുന്ന ആ ഒരു 2 സ്റ്റിക്ക്. ഈ ഒരു സ്റ്റിക്ക് പണ്ട് തൊട്ട് മാരുതിയിൽ ഉള്ളതാണ്. 2 സൈഡിൽ സ്റ്റിക്ക് ഉണ്ട്. അതിനകത്ത് റൈറ്റ് സൈഡിലെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് MIDയിലെ സെലക്ഷൻസ് എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാൻ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് അതിൻ്റെ ഗിയർ സെലക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് MID കിട്ടും. സോ ഓവറോൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, 100% ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നത് റിയറിലാണ് തോന്നുന്നു, ഉറപ്പില്ല, നോക്കാം. സ്വിഫ്റ്റിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയേണ്ട കാര്യം നോർമലി വരാറില്ല. കാരണം ബാക്ക് സീറ്റിലൊന്നുമില്ല, നോർമൽ ഒരു സ്പേസ് ആയിട്ടാണ് നമുക്ക് എല്ലാവരും കൺസിഡർ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ ജനറേഷൻ സ്വിഫ്റ്റിൽ ബാക്ക് സീറ്റിൽ ഞാൻ ഇരുന്നപ്പോൾ കുറച്ചൊരു സ്പേസ് കൂടിയിട്ടുണ്ടോ എന്ന് പോലെ എനിക്കൊരു സംശയം തോന്നി. പക്ഷേ കമ്പനിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു സ്പേഷ്യസ് ഫീൽ എനിക്കിവിടെ തോന്നി. അതിൻ്റെ ഒരു റീസൺ ഹൈറ്റ്, ഹെഡ് റൂം ഓക്കെയാണ്. ലെഗ് റൂമും നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വിഫ്റ്റിനേക്കാൾ കുറച്ചും കൂടി ലെഗ് സ്പേസ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും മേ ബി ദാറ്റ് ജസ്റ്റ് എ ഫീലിംഗ്. പക്ഷേ ഫീലിംഗ് ഉണ്ട് കുറച്ചും കൂടി വലുതായിരുന്നു. അതിന് ഒരു റീസൺ ഉള്ളത് ബൂട്ട് സ്പേസ് ഒരു 3 ലിറ്റേഴ്സ് കുറഞ്ഞിട്ടുമുണ്ട്. സോ മേ ബി ആ സീറ്റുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. സീറ്റ്സ് ഇപ്പോൾ 60-40 എന്നുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് കുറവുള്ളത് ഒരു ആം റെസ്റ്റ് ഇതിനകത്തില്ല. നോർമലി ഒരു 2 പേര് ഇരിക്കുമ്പോൾ ഒരു ആം റെസ്റ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ആം റെസ്റ്റ് വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് പഴയ ജനറേഷനിൽ ഇല്ലാതിരുന്നത് ബാക്കിൽ നമുക്കിപ്പോൾ ഒരു എയർ വെൻറ്റും നൽകുന്നുണ്ട്. AC-യുടെ എയർ വെൻറ്റും നൽകുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചാർജിങ് USB പോർട്ടും C പോർട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സീറ്റ് പോക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഐ തിങ്ക് സ്വിഫ്റ്റ് ഒരു ഇംപ്രൂവ്ഡ് ആണ്. 4th ജനറേഷനിലേക്ക് വന്നപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഒരു ഇംപ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇനി അറിയേണ്ടതിൻ്റെ ഡ്രൈവിൽ എന്താണെന്നാണ്. സ്ട്രെയിറ്റ് അവേ ഗോ ടു ഡ്രൈവ്. 4th ജനറേഷൻ ന്യൂ സ്വിഫ്റ്റ്, അതാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഡ്രൈവിൻ്റെ കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയാൻ. അതിന് മുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഇതൊന്ന് ദൂരെ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു മിനി കൂപ്പറിൻ്റെ ഒരു ലുക്ക് ഉണ്ടോ കാണുമ്പോൾ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ചെറുതായിട്ട് തോന്നിയിരുന്നു. എന്താണെങ്കിലും തോന്നാത്തവർ ഇനി അതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലയിടാൻ നിൽക്കണ്ട. ഞാനൊരു ചുമ്മാ ഒരു രസം പറഞ്ഞതേ ഉള്ളൂ. എനിവേസ് നമുക്ക് ഡ്രൈവിലേക്ക് കയറാം. ഇതിൻ്റെ ഡ്രൈവ് ഞാൻ എക്സ്റ്റീരിയറും അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ആദ്യമേ സ്വിഫ്റ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ലെങ്ത് കൂടി അല്ലെങ്കിൽ അത് മാറി, അങ്ങനെ മാറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിലുമെല്ലാം കൂടുതൽ ഡ്രൈവിലാണ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു. 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് വന്നു, കുറച്ച് പവർ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 4 സിലിണ്ടർ, ഇപ്പോൾ K സീരീസ് എന്ന് പറഞ്ഞ എഞ്ചിനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. 1.2 ലിറ്റർ K സീരീസ് എഞ്ചിനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3rd ജനറേഷൻ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4th ജനറേഷനിൽ ഇത് Z സീരീസ് എന്ന് പറഞ്ഞ പുതിയ എഞ്ചിൻ 1.2 ലിറ്റർ തന്നെ Z സീരീസ് എഞ്ചിനാണ് ഇപ്പോൾ സ്വിഫ്റ്റിൽ വരുന്നത്. 3 സിലിണ്ടറാണ് വരുന്നത്. 4 സിലിണ്ടർ മാറി 3 സിലിണ്ടറാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബഹളമോ ജേർക്കിനെസ്സോ വൈബ്രേഷനോ ഒന്നും, ഞാനൊരു ലോ എൻഡിൽ പോയിട്ട് പോലും എൻ്റെ ആക്സിലറേഷൻ ഒരു 1400 ഇപ്പോൾ, എന്നിട്ടും എനിക്ക് അങ്ങനെ വലിയൊരു വൈബ്രേഷനോ ജേർക്കിനെസ്സോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സോ മച്ച് ഇംപ്രൂവ്ഡ് എൻജിൻ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് 111.7 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. ഇത് ഒരു വളരെ കുറച്ച് ടോർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിത്ത് നമ്പേഴ്സ് ഇതിൻ്റെ ലോ എൻഡ് ടോർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നത് ലോ ആൻഡ് ടോർക്കിൽ ഞാൻ ആക്ച്വലി വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ പറയായിരുന്നു ഇതിൻ്റെ ടോർക്ക് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ നമ്പർ നോക്കിയപ്പോൾ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോ ആൻഡ് ടോർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ മാരുതി ആണെങ്കിലും പറയുന്നുണ്ട് ലോ ആൻഡ് ടോർക്ക് ഇസ് മച്ച് ഇംപ്രൂവ്ഡ് എന്ന് പറയുന്നുണ്ട്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. 111.7 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. ടോർക്ക് ഒരല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ പവർ ഇപ്പോൾ വരുന്നത് 81 PS പവറാണ് വരുന്നത്. 81 PS പവർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ 4 സിലിണ്ടറിൽ ഉണ്ടായിരുന്ന പവറിനേക്കാൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഈ കുറവ് ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ലോ ആൻഡ് ടോർക്ക് കൂടി എന്നുള്ളത്, അല്ലെങ്കിൽ ലോ ആൻഡ് ടോർക്ക് ബെറ്റർ ആയതുകൊണ്ട് തന്നെയാണ്. സോ ആ ലോ ആൻഡ് ടോർക്ക് ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഇനീഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ജസ്റ്റ് ക്ലൈംസ് അപ്പ്. അത് എല്ലാ രീതിയിലും നോക്കിയാലും ഈവൻ നമ്മൾ ആക്സിലറേഷൻ ഒരു അല്പം കുറഞ്ഞിട്ടാണെങ്കിലും ലോ സ്പീഡിലാണെങ്കിലും നമ്മൾ പെട്ടെന്നൊരു ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ഇറ്റ് ജസ്റ്റ് ക്ലൈംസ് സോ സ്മൂത്ത്ലി. സോ ആ ഒരു ഡിഫറൻസ് നേരത്തെ ഉണ്ടായിരുന്ന എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും എല്ലാത്തിൻ്റെയും കോമ്പിനേഷനിലുള്ള ആ വാഹനത്തിൽ നിന്ന് ഈ പുതിയതിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഓൺ എ ബെറ്റർ വേ. ഇതിൽ ഈ ഒരു ഒറ്റ എഞ്ചിനാണ് വരുന്നത്. Z സീരീസിലുള്ള 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ആ ഒരു എഞ്ചിൻ മാത്രമാണ് ഇപ്പോൾ സ്വിഫ്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ 2 ഗിയർ ബോക്സ് വരുന്നുണ്ട്. AGSഉം മാരുതി വിളിക്കുന്ന AGS, അതുപോലെ തന്നെയാണ് മാനുവലും. രണ്ടും 5 സ്പീഡാണ് വരുന്നത്. ആ ഗിയർ ബോക്സിനെ ഞാൻ അവസാനം പറയാം, കാരണം 2 ഗിയർ ബോക്സ് ഉള്ള വാഹനവും ഞാൻ ഇന്ന് ഓടിക്കുന്നുണ്ട്. ഇനി പറയേണ്ടതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഓൾസോ ഇസ് ഇംപ്രൂവ്ഡ്, അല്ലെങ്കിൽ സസ്പെൻഷൻ പുതിയ സസ്പെൻഷനാണ്. അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് ഇസ് ന്യൂ. ഞാൻ ഹമ്പിലൊക്കെ നേരത്തെയൊക്കെ നമ്മൾ സ്വിഫ്റ്റും കൊണ്ട്, എനിക്ക് സ്വിഫ്റ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റും കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹമ്പൊക്കെ ചാടുമ്പം നല്ല അടി കിട്ടും. അത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഇപ്പോൾ അത് വളരെ സ്മൂത്ത്. സസ്പെൻഷൻ ശരിക്കും ബെറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ ഹോൾ ട്യൂണിങ്, ഹോൾ സെറ്റപ്പ് പുതിയ സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ്. സോ സ്റ്റിയറിങ്ങിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് സ്റ്റിയറിംഗ് ഫീൽസ് കുറച്ചും കൂടി ബെറ്റർ, കാരണം ആ ഒരു ലെതർ റാപ്റ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ സൈസ് നമുക്ക് പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിയറിംഗ് ലൈറ്റ്നസും ആ ഒരു ഫീഡ്ബാക്കും എല്ലാം തന്നെ നോർമലായിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഈ സ്റ്റിയറിങ്ങിൻ്റെ ഫീലും എല്ലാം നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നും ഒരു പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം ആ ഒരു ഞാൻ ആ ലോ ആൻഡ് ടോർക്കിനെ പിന്നെയും എടുത്തു പറയാം. ലോ ആൻഡ് ടോർക്ക് ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു ഡ്രൈവിന്. ഈവൻ ഒരു സിറ്റി ഡ്രൈവ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ സിറ്റി ഡ്രൈവിലാണ് കൂടുതൽ നമുക്കത് സഹായകരമാവുന്നത്. ലോ ആൻഡ് ടോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സ്വിഫ്റ്റായിട്ട് നമുക്കൊന്ന് കയറി പോകണം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സിഗ്നൽ ഇട്ടു, കണ്ടോ, ദാറ്റ് ക്ലൈംസ് അപ്പ്. പെട്ടെന്ന് നമുക്കങ്ങ് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ക്ലൈംബ് അപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഭയങ്കര എൻഗേജിങ് ഡ്രൈവ് നമുക്ക് കിട്ടും ഈ ഒരു ലോ ആൻഡ് ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ. സോ സസ്പെൻഷൻ, സ്റ്റിയറിംഗ്, ടോർക്ക്, പുതിയ എൻജിൻ എല്ലാം നല്ലതാണ്. അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന AGS ഒരു 5 സ്പീഡ് AGS ആണ്. ബ്യൂട്ടിഫുൾ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2018 മോഡൽ AMT സ്വിഫ്റ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുമായിട്ടാണ് ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഫാർ ബെറ്റർ. കാരണം ഇപ്പോൾ ഞാൻ ഒരു 1500 RPMത്തിലാണ്, ഇപ്പോൾ 60ലാണ് ഞാൻ പോകുന്നത്. ഇറ്റ്സ് എൻ D5 എന്ന് പറഞ്ഞാൽ 5th ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത്. AGSൻ്റെ 5th ഗിയർ. ഇപ്പോൾ ഷിഫ്റ്റിംഗ് നടക്കും. ഇപ്പോൾ 50 ആയി. 50ൽ താഴെ ഷിഫ്റ്റിംഗ് നടക്കും. സി അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഷിഫ്റ്റിംഗ് ഡൗൺ ഷിഫ്റ്റ് അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കാം. 5ത്തിലേക്ക് പോകും. 1 സെക്കൻഡ്. ഫിഫ്ത്തിലേക്കും വീണു. അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഷിഫ്റ്റിംഗ് ഭയങ്കര സ്മൂത്തായി, ബട്ടർ സ്മൂത്തായി എന്ന് വേണമെങ്കിലും പറയാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡ്രോപ്പിംഗ് ഡൗൺ ആക്സിലറേഷൻ 1500ലേക്ക് എത്തിച്ച് ഞാൻ പെട്ടെന്നൊരു ആക്സിലറേഷൻ കൊടുക്കാം. അന്നേരം ഡൗൺ ഷിഫ്റ്റ് ടു 3rd ഗിയർ വരും. അതിൻ്റെ ഷിഫ്റ്റിംഗ് നോക്കണം. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഗിവ് ദ ആക്സിലറേഷൻ. ഞാൻ ആക്സിലറേഷൻ കൊടുക്കാൻ പോണേ. ഇപ്പോൾ 4ത്തിലേക്കായി. ജേർക്ക്നെസ് ഇല്ല. 4ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ 5ത്തിലേക്ക്. ഇപ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ, അത് വളരെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഈവൻ അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും ഇപ്പം 3ഡിലേക്ക് നമ്മൾ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു, അതിൻ്റെ 4ത്തിലേക്കും 5ത്തിലേക്കും ലൈക്ക് ക്വിക്ക് റെസ്പോൺസ് ആണ് ഈ ഒരു AMT AGS ഗിയർ ബോക്സ് നമുക്ക് തരുന്നത്. ബ്യൂട്ടിഫുൾ. എല്ലാ രീതിയിലും നോക്കിയാലും ഡ്രൈവിനെ ഒത്തിരി ഇംപ്രൂവ് ചെയ്യിച്ചിട്ടാണ് പുതിയ സ്വിഫ്റ്റിനെ, 4th ജനറേഷൻ സ്വിഫ്റ്റിനെ മാരുതി സുസുക്കി ഇറക്കിയിരിക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം, എൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ട്? സ്വിഫ്റ്റ്
എന്നും ആ ഒരു കംഫർട്ട് ലെവൽ, എന്നും ആ ഒരു സെയിം കംഫർട്ട് ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ സസ്പെൻഷൻ സെറ്റപ്പ് മാറിയപ്പോൾ, പുതിയ സസ്പെൻഷൻ വന്നപ്പോൾ കുറച്ചും കൂടി ബെറ്ററായി. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് വന്നു. ഈവൻ നമ്മളൊരു ഹമ്പൊക്കെ ചാടുമ്പോഴാണെങ്കിലും ബാഡ് റോഡ്സിലൂടെ പോവുകയാണെങ്കിലും അതിൻ്റെ ഒന്നും എഫക്റ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത്. സോ ദാറ്റ് ഹെൽപ്സ് ദ കംഫർട്ട്. ആ ഒരു കംഫർട്ട് ലെവലിനെ കൂട്ടാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് സസ്പെൻഷൻ സെറ്റപ്പ് ഡെഫിനറ്റ്ലി. പിന്നെ ഒരുപാട് 3 സിലിണ്ടറിൻ്റെ ഒരു ബഹളവും ഒന്നും നമുക്ക് അകത്തേക്ക് കേൾക്കുന്നില്ല. നല്ല ഒരു ഇൻസുലേഷൻ ഉണ്ട്, സോ സൗണ്ട് അധികം അകത്തേക്ക് കേൾക്കുന്നില്ല. ഇറ്റ്സ് സൈലൻറ്റ്. 3 സിലിണ്ടറിന് നോർമലി കുറച്ച് ബഹളമൊക്കെ ഉണ്ടാവും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരുവിധം സൈലൻ്റ് ആണ് ക്യാബിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരു ഹമ്പ്, ചുമ്മാ ഒരു ഹമ്പ് ചാടാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിനേക്കാൾ വളരെ സൂപ്പറായിട്ടാണ് പോകുന്നത്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, സസ്പെൻഷൻ സെറ്റപ്പ് മാറിയതുകൊണ്ട് തന്നെ ഇറ്റ് ബെറ്റർ, കൂടുതൽ കംഫർട്ടബിളായി. കുഴികളോ അല്ലെങ്കിൽ ബാഡ് റോഡ്സ് എല്ലാം കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അതിലൂടെ പോകാൻ പറ്റുന്നുണ്ട്. ബ്രേക്കിംഗ് നേരത്തെ ഉണ്ടായിരുന്ന ഫീലിൽ തന്നെയാണ് ബ്രേക്കിംഗ് വരുന്നത്. ഇതിനകത്ത് പവർ അങ്ങനെ ഭയങ്കര കൂടി ഇങ്ങനെ പവർഫുൾ ആവാത്തത് കൊണ്ട് തന്നെ ബ്രേക്കിങ്ങിലേക്ക് അധികം ഒന്നും മാരുതി ചെയ്യാൻ സാധ്യതയില്ല. ഇതാണെങ്കിലും ബ്രേക്കിംഗ് പഴയ രീതിയിൽ തന്നെ ആണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഓൾ ടുഗെദർ ഇറ്റ്സ് ബെറ്റർ. ഇപ്പം AGS ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ മൈലേജ്, ഇപ്പോൾ AGSൻ്റെ മൈലേജ് വരുന്നത് 25.75 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ്. AGSൻ്റെ മൈലേജ് നമുക്ക് പെർ ലിറ്റർ, അതായത് 25.75 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ് AGSൻ്റെ മൈലേജ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 18 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഒരു ടെസ്റ്റ് ഡ്രൈവ് രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് ഒരു 18 കിട്ടുന്നത്. എന്താണെങ്കിലും അപ്പോൾ നമുക്ക് ടൗണിലൊരു 18 to 20, ടൗണിലാണെങ്കിൽ പോലും 18 to 20, ഹൈവേയിലാണെങ്കിൽ മേ ബി ഒരു 22 വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഹൈവേയിൽ ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്തില്ല, പക്ഷേ ടൗണിലെ യൂസിന് ഡെഫിനറ്റ്ലി ഒരു 18 ഒക്കെ കിട്ടാതിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല AGSൽ. ഇനി നമുക്ക് മാനുവലും കൂടെ ഡ്രൈവ് ചെയ്യണം, കാരണം AGSൽ ഞാൻ സൂപ്പർ ഹാപ്പിയാണ്. അപ്പോൾ മാനുവലും കൂടെ ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ സേഫ്റ്റിയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സേഫ്റ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തത്, അതുപോലെ തന്നെ മാനുവലിൻ്റെ ഫീലും ഇതിൻ്റെ വിലയും നമുക്ക് അവിടെ കാണാം. സോ AGSൻ്റെ ഡ്രൈവ് ഞാൻ ഇപ്പോൾ മാനുവൽ എടുത്തു. AGSൽ ഞാൻ സൂപ്പർ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ മാനുവൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതാണ്. മാനുവൽ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്ത കാര്യം, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു AGSും അല്ലെങ്കിൽ ഒരു AMT ഉള്ളതും മാനുവലും ആയിട്ടുള്ള ഒരു വാഹനത്തിൽ എനിക്ക് AGSനോട് അല്ലെങ്കിൽ AMTയോട്, AGSന് മാരുതി വിളിക്കുന്ന AGS എന്നാണ്, AGSനോട് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നുന്നത്. മാനുവലാണ് നോർമലി കുറച്ചും കൂടെ എൻഗേജിങ്. മാനുവലാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ നമുക്ക് എൻഗേജ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ടൈം എനിക്കൊരു AGSനോട് കുറച്ചും കൂടി മാനുവലിലേക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു വാഹനമാണ് ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ്. അതിൻ്റെ റീസൺ AGS വാസ് മച്ച് ബെറ്റർ എന്തായാലും. പക്ഷേ ഇപ്പോൾ മാനുവൽ കുഴപ്പമൊന്നുമില്ല. മാനുവൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് പ്രോപ്പറാണെന്ന് പറയാൻ 2 കാര്യമുണ്ട്. ഒന്ന്, ക്ലച്ച് കുറച്ചും കൂടി സോഫ്റ്റർ ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ക്ലച്ചിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്താണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഷിഫ്റ്റിംഗ് പറ്റും. എനിക്ക് AGSനേക്കാൾ കൂടുതൽ എൻജിൻ്റെ ഒരു റോറിങ്, നമ്മൾ ഹെവി ആക്സിലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് എൻജിൻ്റെ സൗണ്ട് കുറച്ചും കൂടി എനിക്ക് അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേൾക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഇൻസുലേഷൻ കുറച്ചും ഉണ്ടോ, ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസ് ആണെങ്കിലും എനിക്ക് AGSൽ ബെറ്റർ ആയിട്ട് തോന്നി മാനുവലിനേക്കാളും. പക്ഷേ മാനുവൽ വേണ്ട ആളുകൾക്ക് ദിസ് ഇസ് എ പ്രോപ്പർ ഓപ്ഷൻ, കാരണം സോഫ്റ്റ് ആയി എന്നുള്ളൊരു റീസൺ കൊണ്ട്. ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തൊന്നും ആ ഒരു പിടുത്തമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡൗൺ ഷിഫ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ഞാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ഒരു ക്ലൈംബ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ കുറച്ച് എൻജിൻ നോയ്സ് നമുക്ക് കൂടുതൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ വരുന്നത് സെയിം എഞ്ചിനിൽ തന്നെയാണ്. ദർസ് നോ ഡിഫറൻറ്റ്. Z സീരീസ് എഞ്ചിൻ തന്നെ വരുന്നു. ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. AGSൽ 5 സ്പീഡ് AGS ആണ് വരുന്നത്. അതുപോലെ അതിൻ്റെ മൈലേജ് ആണ് മറ്റൊരു ഫാക്ടർ. AGSൽ നമുക്ക് 25.75 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ, 25.75 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ കിട്ടുമ്പോൾ മാനുവലിലേക്ക് വരുമ്പോൾ ഒരു ഇച്ചിരി മൈലേജ്, 1 കിലോമീറ്റർ മൈലേജ് കുറവ് വരും. 24.80 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ് കമ്പനി പറയുന്നത് തന്നെ. സോ അതാണ് ഈ ഒരു മാനുവലും AGSും തമ്മിലുള്ള വ്യത്യാസം. എന്താണെങ്കിലും രണ്ടും എടുത്താലും പഴയ ജനറേഷനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു പുതിയ ജനറേഷൻ ഇസ് മച്ച് ഇംപ്രൂവ്ഡ് സ്വിഫ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ സേഫ്റ്റി, ഞാൻ സേഫ്റ്റി AGSൽ ഞാൻ പറഞ്ഞില്ല, കാരണം രണ്ടിലും സേഫ്റ്റി സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ ഇപ്പോൾ എല്ലാ വേരിയൻസിലും
നമുക്ക് 6 എയർ ബാഗ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 6 എയർ ബാഗ്, അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിലും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സോ നേരത്തെ ഒട്ടും നമ്മൾ പറയുന്ന പോലെ മുട്ടത്തൊണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. കുറച്ച് വെയിറ്റ്, ഒരു 25 കിലോസോളം വെയിറ്റ് ഇപ്പോൾ ഹോൾ വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാരുതി പറയുന്നത്. പക്ഷേ ഡ്രൈവ് സമയത്ത് നമുക്ക് അങ്ങനെ ഭയങ്കര വെയിറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ് ഫീൽസ് ലൈറ്റർ, ഇറ്റ് ഫീൽസ് സ്മൂത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മാരുതി പറയുന്നത് 25 കിലോമീറ്റേഴ്സ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ AGS-ൽ നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നത്, നേരത്തെ AGS-ൽ നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു കയറ്റത്തിലൊക്കെ ആണെങ്കിലും വാഹനം പുറകോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ AGS-ൽ നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നുണ്ട്. 6 എയർ ബാഗിനോടൊപ്പം നമുക്കിപ്പോൾ ABS-ഉം എല്ലാ വേരിയൻസിലും അവൈലബിൾ ആയിരിക്കും. ടോപ്പ് എൻഡിൽ ESP നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റേറ്റിംഗ്, ഇപ്പം എത്ര സ്റ്റാർ റേറ്റിംഗ് ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് മാരുതിയുടെ കാര്യത്തിൽ. എന്താണെങ്കിലും ഭാരത് NCAP-ന്റെ റേറ്റിംഗ് ഉടനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാഹനത്തിൻ്റെ. സോ വിൽ വെയിറ്റ് ഫോർ ദാറ്റ് ഓൾസോ. ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് ഏകദേശം 25,000 രൂപയാണ് തേർഡ് ജനറേഷനിൽ നിന്ന് ഫോർത്ത് ജനറേഷനിൽ വന്നപ്പോൾ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് നേരത്തെ ഉണ്ടായിരുന്ന ടോപ്പ് എൻഡിനേക്കാളും ഏകദേശം 36,000 രൂപ കൂടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ്, ബേസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.49 ലാക്സിൽ നിന്നാണ്. 6.49 ലക്ഷം രൂപയിൽ നിന്ന് ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 9.65 ലക്ഷം രൂപയാണ്. 9.65 ലാക്സ് വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. സോ സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ്റെ പ്രൈസിൻ്റെ റേഞ്ച് വരുന്നത് 6.49 ലാക്സ് ടു 9.65 ലാക്സ് ആണ്. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പുതിയ അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഹോൾ ലോട്ട് ഓഫ് ഡിഫറൻസ്, ഹോൾ ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇതാണ് എനിക്ക് പുതിയ സ്വിഫ്റ്റിനെ പറ്റിയുള്ള എൻ്റെ ഒരു കൺക്ലൂഷൻ ഓഫ് വേർഡിക്റ്റ്. ഇതിൻ്റെ സെയിൽസ് എനിക്ക് തോന്നുന്നത് മാരുതിയുടെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വാഹനം സ്വിഫ്റ്റ് തന്നെയാണ്. സോ ആ ഒരു ഇഷ്ടം വീണ്ടും മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ സ്വിഫ്റ്റിന് ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെ ഈ വാഹനം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ദേ ഹാവ് ഡൺ എ ഗുഡ് ജോബ് വിത്ത് ദ ന്യൂ സ്വിഫ്റ്റ്.